ദേശാഭിമാനി മുഖപ്രസംഗം 2024 സെപ്റ്റംബർ 21. തൊഴിലിടങ്ങളിലെ മുതലാളിത്ത ചൂഷണം. മുതലാളിത്ത ചൂഷണത്തിൻ്റെ ആഴങ്ങളും മുറിവുകളും സൂചിപ്പിക്കാനും അത് അവശേഷിപ്പിക്കുന്ന പാടുകൾ അടിവരയിടാനും ചില പഴയകാല പഠനങ്ങളും ഗവേഷണങ്ങളും നീരാളി, വിഷപ്പാമ്പ്, മൂട്ട, തേൾ, ഡ്രാക്കുള, ഷൈലോക്ക് തുടങ്ങിയ പ്രതീകങ്ങൾ ഉപയോഗിച്ചു വന്നതായി കാണാം. ആധുനിക കാലത്തും അവ ഏറെ പ്രസക്തങ്ങളാണെന്ന് പലവട്ടം തെളിയുകയാണ്. മനുഷ്യ ചലനങ്ങളുടെ എല്ലാറ്റിനും മേൽ പണവും ലാഭവും മാത്രം പ്രതിഷ്ഠിക്കുന്ന അറുപിന്തിരിപ്പൻ കാഴ്ചപ്പാടുകൾ തൊഴിലാളികളെ വെറും യന്ത്രങ്ങളാക്കി അധപതിപ്പിച്ച് മിച്ചമൂല്യം കുന്നുകൂട്ടി കൊടുക്കുകയാണ്. 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിനോദം, 8 മണിക്കൂർ വിശ്രമം എന്ന മെയ്ദിന പോരാട്ട സന്ദേശമടക്കം അനാഥമാകുന്ന സ്ഥിതി. കന്നുകാലികളുടെ അടക്കം കുതിരകളുടെയും കഴുതുകളുടെയും താഴ്ന്ന പദവിയിലേക്ക് മനുഷ്യരെ തള്ളിയിട്ട് ചോരയൂറ്റുന്ന സാമ്പത്തിക ഡ്രാക്കുളകളാണ് ആഗോളവൽക്കരണ, ഉദാരവൽക്കരണ കാലഘട്ടത്തിലെ തൊഴിൽ അന്തരീക്ഷത്തിൽ ഒളിച്ചിരിക്കുന്നത്. ഘടനാപരമായ പരിഷ്കാരങ്ങൾ എന്ന മധുര വാഗ്ദാനത്തിലൂടെ എല്ലാം സ്വാഭാവികമാണെന്ന് തോന്നിപ്പിക്കും. ബഹുരാഷ്ട്ര അക്കൗണ്ടിംഗ് സ്ഥാപനമായ പൂനെയിലെ ഏണസ്റ്റ് ആൻഡ് യങ് ഇന്ത്യയിലെ മലയാളി ചാർട്ടേഡ് അക്കൗണ്ടന്റ് അന്ന സെബാസ്റ്റ്യൻ അമിത ജോലി സമ്മർദ്ദത്തെ തുടർന്ന് മരിച്ച സംഭവം ഈ ശ്രേണിയിലെ അവസാനത്തേതാകാൻ ഇടയില്ല. 2024 മാർച്ചിൽ ജോലിയിൽ പ്രവേശിച്ച അന്ന 4 മാസം കഴിഞ്ഞ് ജൂലൈ 20 താമസ സ്ഥലമായ പൂനെയിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. അമിത ജോലി ഭാരത്തെ തുടർന്ന് ജീവൻ നഷ്ടമായെന്ന് വ്യക്തമാക്കി അവരുടെ അമ്മ SBI മുൻ മാനേജർ അനിത അഗസ്റ്റിൻ EY അധ്യക്ഷൻ രാജീവ് മേമനിക്ക് എഴുതിയ തുറന്ന കത്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറയുകയും സാമൂഹ്യ, രാഷ്ട്രീയ, മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങൾ ഏറ്റെടുക്കുകയുമുണ്ടായി. മകളുടെ സംസ്കാരത്തിൽ പോലും കമ്പനി അധികൃതർ പങ്കെടുത്തിരുന്നില്ലെന്നും ആ അമ്മ സൂചിപ്പിച്ചു. കോർപ്പറേറ്റ് രംഗത്തെ കൊടിയ ചൂഷണത്തിന്റെ ഇരകളിലൊന്നാണ് ആ 27-കാരി. സംഭവം മുൻനിർത്തി സ്വതന്ത്രവും സമഗ്രവുമായ അന്വേഷണം ആരംഭിച്ചതായി കേന്ദ്ര തൊഴിൽ മന്ത്രി ശോഭ കരന്തലാജെ അവകാശപ്പെട്ടെങ്കിലും ഇത്തരം സംഭവങ്ങളിൽ നീതി അകലെയാണെന്നാണ് അനുഭവങ്ങൾ തെളിയിക്കുന്നത്. ഇനി ആർക്കും ഇങ്ങനെ സംഭവിക്കരുത്, അതുമാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂവെന്നും നിയമ നടപടികളുടെ പിന്നാലെ പോകാനില്ലെന്നുമുള്ള അന്നയുടെ അച്ഛൻ കൃഷിവകുപ്പ് മുൻ അഡീഷണൽ ഡയറക്ടർ കാക്കനാട് കങ്ങരപ്പടി പേരയിൽ സിബി ജോസഫിൻ്റെ വാക്കുകളിൽ ആ നിസ്സഹായതയാണ് പ്രതിഫലിക്കുന്നത്. EYയിൽ ജോലിക്ക് ചേർന്ന മാർച്ച് മാസത്തിന് ശേഷം 2 പ്രാവശ്യമാണ് അന്ന നാട്ടിലെത്തിയത്. പക്ഷേ 2 വട്ടവും അവധിയിൽ ഞായറാഴ്ചയടക്കം എവിടെയും പോകാതെ വീട്ടിലിരുന്ന് തൊഴിലെടുക്കുകയായിരുന്നു. ശനിയും ഞായറും ഓഫീസ് അവധിയാണെന്നതാണ് പ്രഖ്യാപിത വ്യവസ്ഥയെങ്കിലും ഓഫീസിൽ പോകുന്നില്ലെങ്കിലും താമസമുറിയിൽ തങ്ങി ജോലി ചെയ്യണം. ഓഫീസ് ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയാലും അവിടുത്തെ ഉന്നത മേധാവികൾ നിർദ്ദേശിക്കുകയും അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്ന അസൈൻമെൻറ്റുകളുമായി പാതിരാവ് പിന്നിട്ടിട്ടും കണ്ണിമ പൂട്ടാതെ ബുദ്ധിമുട്ടേണ്ട സ്ഥിതി. മാനേജർമാർ ഏൽപ്പിക്കുന്ന ജോലിഭാരം എത്രയായാലും ഏറ്റെടുക്കേണ്ട പരിതാപകരമായ നിലയിലാണ് ജീവനക്കാരികൾ. അവർ എല്ലാം നിശബ്ദമായി സഹിക്കുന്നതിനാൽ അത് മുതലെടുത്ത് അധികം ജോലി കെട്ടിയേൽപ്പിക്കുകയാണ് രീതി. പുതുതായി റിക്രൂട്ട് ചെയ്യപ്പെടുന്നവരും സർവീസ് കുറഞ്ഞവരും അനുഭവിക്കുന്ന ക്ലേശങ്ങളും വേദനകളും അവധിയില്ലായ്മയും അറിയിച്ചാൽ തന്നെ ബദിരകരണങ്ങളിലാണ് പതിക്കുക. അവ കേൾക്കാൻ സംവിധാനങ്ങളില്ലാത്തതിനാൽ മാനേജർമാർ ചൂഷണങ്ങൾ തടസ്സങ്ങളില്ലാതെ തുടരും. ജീവനക്കാർ വായ തുറക്കില്ലെന്നതും ഉറപ്പായിരിക്കും. ആ നിശബ്ദതയ്ക്കിടയിൽ വീണ്ടും ജോലി അടിച്ചേൽപ്പിക്കും. മരണ വാറന്റിന് സമാനമായ കരാറുകളിൽ ഒപ്പിടിപ്പിച്ചാണ് ബഹുരാഷ്ട്ര കമ്പനികൾ എല്ലാത്തരം രക്തമൂറ്റലും സാധൂകരിക്കുന്നത്. ട്രേഡ് യൂണിയൻ അവകാശ നിഷേധമാണ് അതിലൊന്ന്.